അപ്പോൾ ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കരുത്. പ്രത്യേകിച്ച് സൽപ്രവൃത്തികൾ കൊണ്ടാണ് പിശാച് നമ്മളെ പറ്റിക്കുന്നത്, മോശം പ്രവൃത്തി കൊണ്ടല്ല. സൽപ്രവൃത്തിയും കൊണ്ടേ വരത്തുള്ളൂ. പിശാച് എപ്പോഴും നല്ല കാര്യമല്ലേ പറയത്തുള്ളൂ, മോശകാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? കർത്താവിനോട് എന്താ പറഞ്ഞത്? നീ എന്തിനാണ് ഇങ്ങനെ വിശന്ന് മരിക്കണത്? നീ ദൈവപുത്രനല്ലേ, നല്ല മിടുക്കനല്ലേ, ഇങ്ങനെ ഈ വെള്ളവും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരുഭൂമി കിടന്ന് ചത്ത് നിൻ്റെ ലക്ഷണങ്ങളൊക്കെ കോലം കെട്ട് കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? എനിക്ക്. അപ്പം കർത്താവ് നോക്കുമ്പോൾ പിശാചിന് വരെ സങ്കടം കർത്താവിൻ്റെ സൗന്ദര്യത്തിൽ. കർത്താവ് പറഞ്ഞ് വേല മനസ്സിരിക്കട്ടെ എന്ന് പറഞ്ഞു. നീ സൽപ്രവൃത്തി കാണിച്ച ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അവ്വാദൂർ തുടങ്ങിയതാണ്. പരിശുദ്ധാത്മാവ് പറയും ഇത് പണി വേറെയാണെന്ന് പറയും. അപ്പം സൽപ്രവൃത്തികൾ കൊണ്ടുപോലും നിങ്ങൾ പറയും എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണമല്ല എൻ്റെ ജോലി, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, അവൾ ആശുപത്രിയിലാണ്, അതല്ലേ ഏറ്റവും വലിയ കുർബാന. ഇങ്ങനെ കുറേ ആധ്യാത്മികമായ കള്ളത്തരം